എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മുരിക്കാശ്ശേരിയാണ് വന്നിരിക്കുന്നത്. കറക്റ്റ് സ്ഥലം ചേട്ടൻ്റെ പേരെന്താ ചേട്ടാ? മോഹൻലാൽ. ഇപ്പോൾ ഞങ്ങൾ മുരിക്കാശ്ശേരി നേർച്ചപ്പാറ കാണാൻ വന്നതാണ്. അന്നേരമാണ് നമ്മുടെ മോഹൻലാലിയാറിനെ പരിചയപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ 2 ഏക്കർ പാഷൻ ഫ്രൂട്ട് തോട്ടം. ഇതാണ് ഓരോ പാഷൻ ഫ്രൂട്ടിൻ്റെ വലിപ്പം. ഇത് കണ്ടോ? അപ്പോൾ ഇന്നലെ വിളവെടുത്ത് പോയതുള്ളൂ അല്ലേ ചേട്ടാ? അപ്പോൾ ഇത് നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കൃഷിരീതിയാണ് ഇപ്പോൾ മുരിക്കാശ്ശേരി പ്രദേശത്ത് ചേട്ടൻ ചെയ്യുന്നത്. ഇവിടെ കുരുമുളക് കൊക്കയാണല്ലോ മെയിൻ. അപ്പോൾ ഈ 2 ഏക്കർ ചേട്ടൻ മാത്രമല്ല ഇവിടെ ചെയ്യുന്നുള്ളൂ. അതൊക്കെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങൾ ഇത് ഇത്ര ലാഭകരമാണോ എന്നൊക്കെ അറിയാനും കൃഷിരീതികളൊക്കെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ചേട്ടൻ പറഞ്ഞു തരണം. ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് നമസ്കാരം, സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ചേട്ടാ, ഇതിൻ്റെ ഒരു കൃഷിരീതി എങ്ങനെയാണ് നമ്മൾ ഈ നടിയൽ രീതി തോട്ടം പറഞ്ഞു തരണം. അപ്പോൾ ഇതിൻ്റെ തുടക്കം എത്ര, ഈ 2 ഏക്കറിൽ എത്ര തൈയുണ്ട്? 450 തൈയുണ്ട്. അപ്പോൾ ഈ തൈ എവിടെ നിന്നാണ് വാങ്ങിച്ചത്? അതോ പാകി എടുക്കണോ അതോ വാങ്ങിക്കണോ? പാകി നമുക്ക് പാകി മുളപ്പിച്ചെടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ എനിക്കിത് മുരിക്കാശ്ശേരി കൃഷിഭവനിൽ നിന്ന് തന്ന തൈയാണ്, സൗജന്യമായിട്ട് കിട്ടിയ തൈയാണ്. ഓക്കെ. അപ്പോൾ അവരത് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്ക് ആദ്യം ഒരു 80 സെൻറ്റ് സ്ഥലത്ത് കൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ലാഭം എനിക്ക് മനസ്സിലായതുകൊണ്ട് ഈ തൈ മുരിക്കാശ്ശേരി കൃഷിഭവനിൽ വന്നപ്പോൾ ഞാൻ അവിടെ പോയി കൃഷി ഓഫീസറുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ എനിക്ക് ഈ തൈ തരുകയത്. കഴിഞ്ഞ വർഷം എനിക്ക് അവർ 7000 രൂപ ഈ തോട്ടത്തിന് സബ്സിഡി തന്നു. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. ഇത് വളരെ ലാഭകരമായ കൃഷിയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു തൈ വെച്ച് കഴിയുമ്പോൾ നടിയൽ രീതി ഒന്ന് പറഞ്ഞു തരാമോ? എങ്ങനെയാണ് ചെയ്യണമെന്ന്? ഇത് ഏറ്റവും ലാഭകരമായി നമുക്ക് വിളവെടുക്കണമെങ്കിൽ ഡിസംബർ മാസത്തിൽ ഇത് തൈ വെക്കണം. ഡിസംബർ മാസത്തിൽ തൈ വെച്ച് കഴിഞ്ഞാൽ 6 മാസം കഴിയുമ്പോഴത്തേക്കും ഇത് പൂവാകും. ഒരു ഇതിന് കായാകുന്നതിന് 64 തൊട്ട് 74 ദിവസം വരെ ആകുമ്പോഴത്തേക്കും ഇത് പാകമാകും. ശരിക്കും ഡിസംബർ വെച്ചാൽ ജൂൺ മാസം അടുത്ത് കിട്ടുമല്ലേ? ജൂൺ മാസമൊക്കെ ആകുമ്പോൾ ഇത് പോകാം. ജൂലൈ വലിയ മഴ കഴിയുന്ന സമയത്ത് ഇത് പിന്നെ കായായി കിട്ടുന്നു. ഒരു ആഗസ്റ്റ്, ഒരു ഓണത്തിൻ്റെ ഒരു സീസണൊക്കെ, ഓണത്തിൻ്റെ സീസൺ ആകുമ്പോഴത്തേക്കും കായായി കിട്ടുമ്പോഴാണ് ഇത് വലിയ വിളവുണ്ടാകും. എന്നാൽ 2ാം സീസൺ ആകുമ്പോഴത്തേക്കും അത് മഴ സീസണിലേക്ക് വരും. ഇത് 2ാമത്തെ കായെടുപ്പാണ് ഇതിനകത്ത്. അപ്പോൾ ഈ 2ാം സീസൺ ആകുമ്പോഴത്തേക്കും മഴ സീസണിന് മുമ്പ് തന്നെ നമുക്കിത് തീർന്നു പോകും. അപ്പോൾ ഇത് ശരാശരി നമ്മൾ എടുക്കുകയാണെങ്കിൽ 9 മാസം വരെ തുടർച്ചയായിട്ട് കായെടുക്കാൻ പറ്റും. 9 മാസം. പക്ഷേ ഈ നടിയൽ രീതിക്ക് നമ്മൾ അടിവളമായിട്ട് എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്? എല്ലുപൊടി, ചാണകപ്പൊടി, 2 വേപ്പം പിണ്ണാക്കും. അപ്പോൾ ഈ ശുദ്ധമായ എല്ലുപൊടി കിട്ടാൻ പാടാണ്. അപ്പോൾ ഈ പുഴുങ്ങി ഉണങ്ങുന്ന അല്ല പൊടിച്ചെടുക്കുന്നതായിട്ടുള്ള എല്ലുപൊടി തന്നെയാണ് നോക്കുന്നത്, അതോ സാധാരണ മേടിച്ചിട്ടുണ്ട്? നമുക്ക് അങ്ങനെ നമ്മൾ നോക്കുന്നില്ല. നമ്മളെന്നാന്ന് വെച്ചാൽ എല്ലുപൊടി കൊണ്ടുവന്നിട്ട് പരമാവധി ചോട്ടിൽ നിന്ന് അകത്തിയങ്ങിടും. അപ്പോൾ അതിൻ്റെ വേരുകൾ കുറേ കഴിയുമ്പോൾ അതിനകത്ത് ആസിഡ് പോലുള്ള ഘടകങ്ങൾ അവസാനിച്ച് കഴിയുമ്പോൾ പോയി എടുത്തോളും. ഓക്കെ. ആ ചോട് ചേർത്തിടാതിരിക്കും. അകത്തിടുക. ഇത് വളർന്ന് 6ാം മാസം ആകുമ്പോൾ ഉൽപ്പാദനം നമുക്ക് കിട്ടിത്തുടങ്ങും. അപ്പോൾ ഈ 2 ഏക്കറുണ്ട്. അപ്പോൾ വിളവെടുക്കുന്ന ഏതൊക്കെ സമയങ്ങളാണ്? വിളവെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ നമുക്കൊരു ജൂൺ മാസം തൊട്ട് ശരിക്കും വിളവായി തുടങ്ങും. എത്ര ദിവസം ഗ്യാപ്പ് ഇട്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്? 8 ദിവസം ഗ്യാപ്പ് ഇട്ട് നമുക്ക് വിളവെടുക്കാം. പക്ഷെ ഒരു ചെടിയിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു ആവറേജ് എത്ര കിലോ കിട്ടാൻ? ശരാശരി എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്താ വെച്ചാൽ ഒരു ആഴ്ചയിൽ ചിലപ്പോൾ 3 കിലോ കിട്ടുന്ന ആഴ്ച കാണും, ചിലപ്പോൾ 2 കിലോ കിട്ടുന്നതാണ്, ചിലപ്പോൾ 1 കിലോ കിട്ടും, ചിലപ്പോൾ 1/2 കിലോ ആയിരിക്കും. പക്ഷേ ശരാശരി നമ്മൾ നോക്കുമ്പോൾ ശരാശരി കൂട്ടിക്കഴിഞ്ഞാൽ 1 കിലോ ശരാശരി ഒരു തൈയിൽ നിന്ന് 2 ഏക്കറിൽ 450 തൈയുണ്ട്. ഇത് ഇതിനകത്ത് എനിക്ക് 1000 കിലോ വരെ ഒരാഴ്ച കിട്ടിയ ദിവസം കിട്ടും. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ എങ്ങനെയുണ്ട്? മാർക്കറ്റിൽ ഇപ്പോൾ ഏറ്റവും വില കുറഞ്ഞിരിക്കുന്ന സമയമാണ്. എന്നാലും ഫസ്റ്റ് ക്വാളിറ്റി കായ്ക്ക് 50 രൂപ നമുക്ക് കൃഷിക്കാരൻ ഓൺ ദ സ്പോട്ടിൽ വന്നെടുക്കുമ്പോൾ 50 രൂപ ഫസ്റ്റ് ക്വാളിറ്റിക്ക് അവർ തരും. സെക്കൻഡ് ക്വാളിറ്റിക്ക് 30 മുതൽ 40 രൂപ വരെ സെക്കൻഡ്. അപ്പോൾ നമ്മളൊന്നും അറിയേണ്ട, നമ്മുടെ സ്പോട്ടിൽ നിന്ന് വന്ന് തന്നെ കച്ചവടക്കാർ സാധനം വാങ്ങിച്ചോണ്ട് പോകും. വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ക്വാളിറ്റി എങ്ങനെ തിരിക്കുന്നതെന്ന് പറഞ്ഞുതരാം. എൻ്റെ 2 കായുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഫംഗസ് പിടിക്കുന്നുണ്ട്. ഇതാണ് ഇതിനകത്ത് ഏറ്റവും വലിപ്പം കൂടിയ കായാണ്. ഇതിനകത്ത് പുള്ളിയോ പാണ്ടോ ഒന്നും ഇല്ലാത്ത ഏറ്റവും നല്ല കാ നോക്കി തിരിഞ്ഞാണ് ഫസ്റ്റ് ക്വാളിറ്റി എടുക്കുന്നത്. ഓക്കെ. ഈ സെക്കൻഡ് എന്ന് പറയുകയാണെങ്കിൽ ഇതുണ്ട്, ഇതുപോലെ ചെറിയ ഇതിനതും ഫസ്റ്റായിട്ട് പോകും. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ചെറിയ പുള്ളി പാണ്ടൊക്കെ വരുന്നു. പറച്ച് വെച്ചേക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങോട്ട് നോക്കാം. കാണിച്ചാ ഇതുണ്ടോ, ഇതിൽ വരുന്ന ഈ പാടുകളാണ് ഇത് സെക്കൻഡായിട്ട് മാറുന്നത്. ഇത് ഫംഗസ് വരുന്ന ഇതാണ് ഇതിന് കാരണം എന്ന് പറയുന്നത്. ഈ ഫംഗസ് രോഗത്തിന് എന്താണ് നമ്മൾ ചെയ്യുന്നത്? ശരിക്കും നമ്മൾ ഫംഗസ് രോഗത്തിന് ആദ്യം തുടക്കം തൊട്ടേ ബോഡോ മിശ്രിതം, COC ഒക്കെ അടിക്കുവാണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ ചുവട്ടിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് മറ്റേ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ സംയുക്തമുണ്ട്. അത് ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫംഗസ് പരമാവധി നമുക്ക് തടയാൻ പറ്റും. ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം, അടിച്ചും കൊടുക്കാം. അതുപോലെ 3rd ക്വാളിറ്റി എന്ന് പറഞ്ഞ ഉണ്ട്. ഇതിൻ്റെ ചെറുതാണത് കാണിച്ചു. ഇതാണ് 3rd ആയിട്ട് പോകുന്നത്. എന്ന് പറഞ്ഞാൽ വലിപ്പം കുറവാണ്. ഇതിനകത്ത് അളവും കുറവായിരിക്കും, അരിയെണ്ണ കുറവായിരിക്കും. അപ്പോൾ അതാണ് 3rd ക്വാളിറ്റി ആയിട്ട് പോകുന്നത്. ഇനി ഒരു ഫംഗസ് ബാധ എന്ന് പറഞ്ഞു ഇത്
പറിച്ചു വെച്ചേക്കുന്ന ഒരു കായ്. ഇതാണ് ചൊറിയല്ലോ, പുണ്ണെന്ന് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇത് ചെറുപ്പത്തിലുണ്ടാകുമ്പോൾ ചെറിയ കായകൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് പറിച്ചു കളഞ്ഞേക്കാം. അല്ല വേറെ പ്രതിവിധി ഒന്നുമില്ല. വലിയ കാര്യം വ്യാപകമായിട്ടുണ്ടാകാൻ സാധ്യത വളരെ കുറവായിരുന്നു. ഫംഗസ് എന്ന് പറയുന്നത് ഇതുണ്ടോ, ഇതാണ് ഈ ഫംഗസ് എന്ന് പറയുന്നത്. ഇതും വന്നിട്ട് അടയാളം വന്നിട്ട് ഇവിടെ ഒരു ചാലം കഴിയുമ്പോൾ ഇത് നൊത്ത് ചെളിയായി പോകും. അത് ഹൈഡ്രജൻ പെറോക്സൈഡ് കൊടുത്താൽ മാറിക്കോളൂ, അത് മാത്രമേ. ഫംഗിസൈഡുകളൊന്നും ഉപയോഗിക്കുന്നില്ല? ഇല്ല. ഇപ്പം നിലവിൽ ഇതിനൊന്നും ഈ തോട്ടത്തിൽ ഇതുവരെ ഒരു കീടനാശിനി ഉപയോഗിക്കുന്ന തോട്ടം. മറ്റു കീടാക്രമണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല നമുക്ക്. ഓക്കെ. പിന്നെ വളങ്ങളെല്ലാം വളവും ചെയ്യാം. ഏതൊക്കെ വളങ്ങളാണ് കൊടുക്കുന്നത്? വളം എന്ന് പറഞ്ഞാൽ ജൈവവളങ്ങളെല്ലാം ചാണകപ്പൊടി, വേപ്പൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, അതുപോലുള്ള ചാണകങ്ങൾ എല്ലാം ചാച്ച ചാണകം കലക്കി ഒഴിക്കാം. അതുപോലെ തന്നെ പുളിപ്പിച്ചൊഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ രാസവളങ്ങൾ, എല്ലാ രാസവളങ്ങളും ചെയ്യാം അല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ സാധിക്കും. 1000 കിലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നല്ല ലാഭം തന്നെയാണ് ആഴ്ച. ഇപ്പോൾ ഒരു 50 രൂപ വെച്ച് കിട്ടുവാണെങ്കിൽ തന്നെ ഇത്ര 50,000 രൂപ അടുത്ത് പണിക്കൂലി എല്ലാം പോയി കഴിഞ്ഞാൽ കയ്യിലൊരു 30-35 കിട്ടും. അപ്പോൾ മറ്റുള്ള കൃഷിയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വരുന്നതുണ്ട്. ഇപ്പോൾ ചേട്ടൻ എങ്ങനെ മാർക്കറ്റ് കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ ഞാൻ VAPCക്ക് ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ വരുന്ന കച്ചവടക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ആ കച്ചവടക്കാരാണ് എനിക്ക് അതിന് വിപണി ഉണ്ടെന്നും സാധ്യത ഉണ്ടെന്നും പറഞ്ഞ് ആണ് ചെയ്തത്. VAPCക്കാരോട് ബന്ധപ്പെട്ടിട്ട്. പിന്നെ ചേട്ടൻ മറ്റ് എന്തെങ്കിലും കൃഷി സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും ചുമതല വഹിക്കുന്നുണ്ട്? ഞാനിപ്പോൾ രാജമുടി വിപണിയുടെ പ്രസിഡന്റാണ്. അപ്പോൾ ചേട്ടനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെ സാധാരണ കർഷകർക്ക് മാർക്കറ്റ് പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധിക്കും. ഈ പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നവരും ഉണ്ട്, പക്ഷേ വിലയില്ലാത്തത് കൊണ്ടും ഒക്കെ. അതുപോലെ തന്നെ മറ്റ് പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അത് വിൽപ്പന സാധ്യതയുണ്ട്. ഏതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ഏത് ഐറ്റം നമുക്ക് യഥേഷ്ടം കൊടുക്കാൻ പറ്റും. നല്ല വിലയ്ക്ക്, മാർക്കറ്റ് വില നല്ല വിലയ്ക്ക് വിറ്റഴിക്കാൻ പറ്റും. ഇപ്പോൾ ചേട്ടൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കർഷകരെ ചേട്ടനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും, ഇവരിലേക്ക് എത്തിക്കും. വിപണന സാധ്യത അങ്ങനെ എത്തിക്കാം. ഏലക്കായ ഉൾപ്പെടെ ചെയ്യാൻ പറ്റുമോ? ഏലക്കായ നമ്മൾ ചെയ്യുന്നില്ല, പച്ചക്കറി പഴവർഗ്ഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ. അങ്ങനെ ഏലക്കായ്ക്ക് ഒരു പോസിബിലിറ്റി ഉണ്ടോ അങ്ങനെ വിൽപ്പനയ്ക്ക്? അതായത് ഓർഗാനിക്കായിട്ട് ചെയ്യുന്നവരുണ്ട്, പക്ഷെ അവർ മാർക്കറ്റിങ്ങിൽ അത് അത്ര ഇതിലേക്ക് വരുന്നില്ല. നമ്മുടെ മേഖലയിൽ ഏലം കുറവായതുകൊണ്ട് തന്നെ അത്രയും നമ്മളങ്ങ് ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ നിലവിലുണ്ടോ ഒന്നൊന്ന് അന്വേഷിച്ച് കൃഷിക്കാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് നോക്കുക. ഓർഗാനിക്കായിട്ട് കൃഷി ചെയ്യുന്നവർക്കും അത് ഒരുപാട് ഉപകാരമാണ്. കാരണം ഇപ്പോൾ ഈ വിഷം മുക്തമായിട്ടുള്ള കൃഷികൾ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇവരെങ്ങനെ ചെയ്യുമല്ലോ, ജൈവമായിട്ട് ചെയ്യുന്നവരും അതിൽ പെട്ടുപോകുന്നുണ്ട്. ഇപ്പോൾ രണ്ടിനും വിലയില്ലാണ്ടായി പോകുന്നു. അവരെ കഷ്ടപ്പാട് ഓർഗാനിക്കായിട്ട് ചെയ്യുന്നവർക്കാണ്. അവരെ സപ്പോർട്ട് ചെയ്യാനും ചേട്ടന് സാധിക്കണം. പക്ഷെ ആവശ്യമില്ലാതെ കീടനാശിനികൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് ആളുകളെപ്പോഴും രോഗം തിരിച്ചറിയാതെ പല കീടനാശിനികളും പല തെറ്റായ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുന്നതുകൊണ്ടും ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതാണ് അതിനകത്ത് നമ്മൾ കീടനാശിനികൾ ഒഴിവാക്കുക, പരമാവധി ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുക. ലാലേട്ടാ, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ ഒരു മുരിക്കാശ്ശേരി ഏരിയ നമുക്കിവിടെ ഏലം അതായാലും വളരില്ല. പിന്നീടുള്ളത് കുരുമുളക്, കാപ്പി, പിന്നെ കൊക്കോ, പച്ചക്കറി കൃഷി, ഇതെല്ലാമാണ് ഇവിടെ പ്രധാനമായിട്ടും ചെയ്യുന്നത്. പക്ഷെ ചേട്ടൻ ഒരാൾ മാത്രം ഈ ഒരു പാഷൻ ഫ്രൂട്ട് കൃഷിയിലേക്ക് തിരിഞ്ഞു. അപ്പോൾ ഇതിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് ചേട്ടൻ ഈ ഒരു ഡിഫറൻറ്റ് കൃഷി തിരഞ്ഞെടുക്കാൻ കാരണം? അതിനെപ്പറ്റി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അത് ഒരു കഥയാണ്. ഞാനൊരിക്കൽ ഈ പാവൽ കൃഷിയാണ് എൻ്റെ മെയിൻ കൃഷി, പാവൽ കൃഷിയായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു 3-4 വർഷം മുമ്പ് പാവൽ കൃഷി ചെയ്ത് കഴിഞ്ഞപ്പോൾ മൊസൈക്ക് എന്ന് പറയുന്ന രോഗം പിടിപെട്ടിട്ട് ആ പാവൽ കൃഷി മൊത്തം നഷ്ടപ്പെട്ടു. വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി. അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് 2 വർഷത്തേക്കായിരുന്നു, അപ്പോൾ 3 വർഷത്തേക്കാണ് സ്ഥലം എടുത്തിരുന്നത്. അപ്പോൾ ഈ പന്തലിങ്ങനെ കിടക്കുവാണ്. അപ്പോൾ എനിക്ക് ആ വിഷമത്തിൽ ഞാൻ അതിൻ്റെ ചുവട്ടിലേക്കൊരു 80 തടം പാഷൻ ഫ്രൂട്ട് തൈ ഈ പാവൽ തടത്തിൽ വെച്ചു. അത് ഞാൻ ഒരു വളവും ചെയ്തില്ല. അത് ഭയങ്കരമായി കയറി കാച്ചു. അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കരമായി അത്യാവശ്യം പൈസ എൻ്റെ കയ്യിൽ വന്നു. അപ്പോഴാണ് ഇതിൻ്റെ വിപണന സാധ്യതയും ഇത് കൂടുതൽ കൃഷി ചെയ്താൽ പൈസ ഉണ്ടാകുമെന്നൊക്കെ എനിക്ക് മനസ്സിലാവുകയും പിന്നെയാണ് കൂടുതൽ കൃഷിയിലേക്ക് തിരിയാൻ ഉണ്ടായ സാഹചര്യം അതാണ്. അങ്ങനെയാണ് ഈ ഒരു കൃഷി തിരഞ്ഞെടുത്തത്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ മാറി. പിന്നെ നമ്മളെ പാഷൻ ഫ്രൂട്ട് കൃഷിക്കാരനായിപ്പോയി നമ്മൾ. പക്ഷേ ഏതൊരു ഫീൽഡ് എടുത്താലും വ്യത്യസ്തത കണ്ടെത്തുക എന്നുള്ളതാണ് അവൻ്റെ വിജയം നിർണ്ണയിക്കുന്ന കാര്യങ്ങൾ. അപ്പം അങ്ങനെയായാലും ഈ പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്തതിലൂടെ ചേട്ടനും സക്സസ് ആയി. ഇനി മറ്റുള്ളവരിലേക്കും ഇതെത്തിക്കാനാണ് നമ്മളിപ്പോൾ ഒരു വ്ളോഗ് വഴി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു പാവൽ കൃഷി ഫ്ലോപ്പായതോടുകൂടി തന്നെ വ്യാപകമായിട്ട് കൃഷിയിലേക്ക് തിരിഞ്ഞു ഈ ഒരു പാഷൻ ഫ്രൂട്ടിലേക്ക്. ഈ ഒരു 2 ഏക്കർ കൂടാതെ വേറെ ഉണ്ടോ ചെയ്യുന്നത്? വേറെ ഉണ്ട്. എനിക്ക് താഴത്തെ പനാറിൽ 2 സ്ഥലത്തായിട്ട് 50 സെൻറ്റ് വീതം വേറെ പാഷൻ ഫ്രൂട്ട് തോട്ടമുണ്ട്. അത് തൈയാണ്, പന്തലിട്ടിപ്പം അതിലേക്ക് കയറി വരുന്നേ ഉള്ളൂ. ചെറുതായിട്ട് അതിലേക്ക് വരെ കായായി വരുന്ന തോട്ടമുള്ളൂ. അപ്പോൾ ഈ ഒരു
കൃഷിയിലേക്ക് ഫാമിലി സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഫാമിലി എനിക്ക് 5 കുട്ടികളാണ്, ഭാര്യയുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായി എൻ്റെ പാഷൻ ഫ്രൂട്ട് പറിക്കാനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം എല്ലാവരും സഹകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ തോട്ടത്തിൽ പുറത്തുനിന്നുള്ള കൃഷിക്കാർ സഹായിക്കാനൊക്കെ വരുന്നുണ്ടോ? ഉണ്ട്, ആളുകളുണ്ട്, സഹായിക്കാൻ ആളുകളുണ്ട്. അവരുടെ എല്ലാ സപ്പോർട്ടോടുകൂടിയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ചിലവ് കുറഞ്ഞ രീതിയിൽ ഇതെന്നാന്ന് വെച്ചാൽ നമ്മൾ പറിച്ച് എടുത്ത് വണ്ടിയിൽ കൂട്ടി ചിലപ്പോൾ എന്നാന്ന് വെച്ചാൽ ചിലപ്പോൾ തിരിഞ്ഞു കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ തിരിയാതെ തന്നെ നമ്മൾ കൊടുക്കും. നമ്മൾ ഇവിടെ തന്നെ ക്വാളിറ്റി തിരിച്ചാണോ കൊടുക്കുന്നത്? അങ്ങനെ കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു കൃഷി മേഖല അല്ലാതെ മറ്റെന്തെങ്കിലും വേറെ ഈ ഒരു പാഷൻ ഫ്രൂട്ട് അല്ലാതെ മറ്റേതെങ്കിലും കൃഷി ചെയ്യുന്നത്? നിലവിൽ എനിക്ക് അത്യാവശ്യം മൃഗ വളർത്തൽ അങ്ങനെ എന്തെങ്കിലും? മൃഗ വളർത്തലില്ല, എനിക്ക് അത്യാവശ്യം കൃഷികൾ മാത്രമായിട്ട്. ഈ ചാണകമൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത്ര നേരം നമ്മുടെ മോഹൻലാലേട്ടൻ നമ്മുടെ പാഷൻ ഫ്രൂട്ട് കൃഷിയെപ്പറ്റി പറഞ്ഞു തന്നു. അതുപോലെ തന്നെ പച്ചക്കറി കൃഷി വിപണന സാധ്യത അതും പറഞ്ഞു തന്നു. ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ മരത്തിലൊക്കെ പാഷൻ ഫ്രൂട്ട് ഒരു പാഷനായിട്ട് തന്നെ ഒരു കയറ്റി വിട്ടിട്ടുണ്ട് നമ്മുടെ വീട്ടിലുള്ളവർക്ക് കഴിക്കാനൊക്കെ ആയിട്ട്. പക്ഷേ ഒരു 4-5 പേര് അടങ്ങുന്ന ഒരു കുടുംബം അത് മൊത്തം കഴിച്ചു തീർക്കില്ല, ബാക്കി എല്ലാം നിലത്ത് വീണ് വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളതൊക്കെ നമുക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കില്ല നമുക്കിവിടെ VFPC വെച്ചിട്ട്? VFPCയുടെ വിപണിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചേട്ടനൊക്കെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും അടുത്തുള്ളൊരു VFPC ആയിട്ട് കോൺടാക്ട് ചെയ്യിപ്പിക്കുക, നടത്താൻ പറ്റും. പക്ഷേ ഈ ഒരു പാഷൻ ഫ്രൂട്ട് 3 തരത്തിലുണ്ടല്ലോ, അപ്പോൾ ഏതാണ് ഏറ്റവും കൂടുതൽ വിപണന സാധ്യതയുള്ളത്? മഞ്ഞയാണോ വയലറ്റ്? അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മധുരം കൂടുതലുണ്ട്, മാത്രമല്ല അതിന് ഡിമാൻഡ് കൂടുതലുണ്ട്. വിപണിയിൽ ഡിമാൻഡ് കൂടുതലുണ്ട്. പിന്നെ മലേഷ്യൻ ബ്ലൂ ഉണ്ട്, ഹൈബ്രിഡ് ഐറ്റങ്ങളുണ്ട്. പക്ഷേ ഹൈബ്രിഡ് ഐറ്റത്തിന് വലിപ്പം കൂടുതലാണ്, പക്ഷേ എണ്ണത്തിൽ വളരെ കുറവായിരിക്കും ഉണ്ടാകുന്നത്. അതേസമയം ഈ സൈസ് വയലറ്റ് ആണെങ്കിൽ ധാരാളമായിട്ട് നാടനും ക്രോസ് ആയത് ശരി ക്രോസ് ആണ്. അപ്പോൾ ഇതാണെങ്കിൽ വളരെ ധാരാളമായിട്ട് കഴിക്കുകയും ചെയ്യും. ഇതിന് ചില പ്രതിരോധശേഷി കൂടുതലുണ്ട്, കേടുകൾ വളരെ കുറവായിരിക്കും. അതാണ് എൻ്റെ പ്രത്യേകത. ഓക്കെ. പിന്നെ ഇത് നമുക്ക് ഔഷധ ഗുണങ്ങളിൽ മുൻപന്തിയിലാണെന്ന് പറയുന്നത് ഈ പാഷൻ ഫ്രൂട്ട് കഴിച്ചു? തീർച്ചയായും. ഇതെന്നാന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ആശുപത്രിയിലൊക്കെ വരുന്ന ഡോക്ടർമാർ ഈ കൗണ്ട് പറയുന്ന രോഗത്തിന് ഈ പാഷൻ ഫ്രൂട്ട് കഴിക്കാനാണ് പറയുന്നത്. ഒത്തിരി ആളുകൾ ഇവിടെ വന്നിട്ട് ഇവിടെ ആശുപത്രികളിൽ നിർദ്ദേശിച്ചിട്ട് പാഷൻ ഫ്രൂട്ട് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ നമുക്കൊരു വിപണന സാധ്യതയും അതുപോലെ തന്നെ ഹെൽത്തി ആയിരിക്കാനും ഡെയിലി ഓരോന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഇതിനകത്ത് ഗ്ലൂക്കോസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഉന്മേഷം കിട്ടും. ഒരു ജ്യൂസ് അടിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഉന്മേഷമായിരിക്കും നമുക്ക്. അതെ അല്ലേ? അപ്പോൾ അങ്ങനെ പിന്നെ ഈ ഒരു കൃഷി ചെയ്യുമ്പോൾ കാലാവസ്ഥ ഒരു പ്രധാന ഘടകമാണ്. ഏത് കാലാവസ്ഥയിലായിരിക്കണം ഇത് ഏറ്റവും കൂടുതൽ വിളവ് വരുന്നതും കൃഷി ചെയ്യേണ്ടതും? ഇതെന്നാന്ന് വെച്ചാൽ ഡിസംബർ മാസത്തിൽ നമ്മൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മഴ കുറയുന്ന സമയത്ത് ഇത് കായായിട്ട് വരണം. ഇല്ലെങ്കിൽ ആ ഒരു കണക്കിൽ വേണം നടാൻ. അപ്പോൾ എന്നാ വെച്ചാൽ മഴ കൂടി പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഇലയെല്ലാം പഴുത്ത് വരും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പഴുത്ത ഇലകളെല്ലാം നുള്ളിൽ കളഞ്ഞിട്ട് ഈ ഉണങ്ങിയ കമ്പെല്ലാം ഒടിച്ച് കളഞ്ഞിട്ട് ഇനി ഇത് തോട്ടം വൃത്തിയാക്കണം. വൃത്തിയാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് തന്നെ തളർത്തിട്ട് വീണ്ടും പഴയതിനേക്കാളും ഭംഗിയായിട്ട് വീണ്ടും വരും. ഈ മഴയുടെ ഒരു ക്ഷീണം നന്നായിട്ട് ഏറ്റിട്ടുണ്ട്, കാണുന്നുണ്ട്. 2 ആഴ്ച അടുപ്പിച്ച് നല്ല പെയ്ത്തായിരുന്നു. അതാണ് അതിൻ്റെ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ പിന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. ഇപ്പം ഇനിയിപ്പോൾ ഞാൻ ചേട്ടൻ്റെ നമ്പർ വീഡിയോയ്ക്കകത്തും അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. സാധാരണ കർഷകർക്ക് ഉപകാരപ്പെടട്ടെ. അപ്പോൾ വീട്ടമ്മമാർക്കാണെങ്കിലും ഈ ടെറസിലെ കൃഷി ചെയ്യുന്ന അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് വിപണന സാധ്യതയുണ്ട്, ചെറിയൊരു വരുമാനം സംഘടിപ്പിക്കാനൊക്കെ ഇത് സാധിക്കും. അതിപ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ആരോഗ്യകരമായിട്ടുള്ളൊരു ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള കൃഷികളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നു. അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ സന്ദേശം ഇങ്ങനെ എത്തിച്ചു തരുന്നത്. അപ്പോൾ ഓർഗാനിക്കായിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കുമല്ലേ ബെറ്റർ? അതാണ് ഏറ്റവും നല്ലത്. അതെ. അപ്പോൾ അതിന് അടിസ്ഥാനമായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഓർഗാനിക് ഒരു കൃഷി ചെയ്യുമ്പോൾ, ഒരു അടുക്കള തോട്ടം നിർമ്മിക്കുമ്പോൾ? നമ്മൾ ജൈവവളം ഉപയോഗിച്ച് സാധാരണ നടുന്നത് പോലെ തന്നെ ഈ തൈ നട്ടാൽ മതി. ഇതിന് മറ്റ് കീടബാധകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് ആദ്യം പതിയെ വളർന്നു വരുള്ളൂ. അത് വളരാൻ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വളർന്നിട്ട് കായായി കിട്ടും നമുക്ക്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഇപ്പോൾ ഒരു സാധാരണ നടുമ്പോൾ ഒന്ന് പോയാൽ പോലും അടുത്തൊരു തൈ അങ്ങ് നട്ട് കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ തന്നെ പെട്ടെന്ന് വന്നോളും. അപ്പോൾ അതാണ് നമുക്ക് ജൈവമാർഗ്ഗത്തിൽ ചെയ്യുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇതിൻ്റെ ഒരു ഉപോൽപ്പന്നങ്ങളായിട്ടുള്ള ഇതിൻ്റെ ജ്യൂസ്, പിന്നെ അതുപോലെ സിറപ്പ്, ക്യാഷ്, ജാമുകൾ ഇങ്ങനെയെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ അടുത്ത് നിന്ന് ഈ സാധനം കൊണ്ടുവന്ന ആളുകൾ ഇത് വിദേശത്തേക്ക് കയറ്റിവിടാനും ഇത് കട്ട് ചെയ്ത് ഇത് സെക്കൻഡായിട്ട് വരുന്നത് കട്ട് ചെയ്തിൻ്റെ ജാമാക്കി ആണ് അവർ മാറ്റുന്നത്. അപ്പോൾ അതുവരെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയും സാധനങ്ങൾ കയറിപ്പോകുന്നത് ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഉപോൽപ്പന്നങ്ങളാക്കി നമുക്ക് വരുമാനം കണ്ടെത്താം. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി നമുക്ക് വരുമാനം കണ്ടെത്താം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഏരിയയിൽ കൃഷി ചെയ്യുന്നതുകൊണ്ട് ഇതെല്ലാം കൂടെ ബൾക്കായിട്ട് കയറ്റിവിടുന്നതായിരിക്കും ലാഭം.
അപ്പോൾ ഈ അടുക്കള നമുക്ക് ടെറസിൽ വേണമെങ്കിലും ഇത് ചെയ്യാം. കാരണം ചൂട് കുറയ്ക്കാനും സാധിക്കും, വരുമാനം കണ്ടെത്താനും സാധിക്കും. അപ്പോൾ ഒരുപാട് നന്ദി ചേട്ടാ, ഇത്രയും കാര്യങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്തതിൽ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. ഞങ്ങൾ ഇനിയും പുതിയ കൃഷികളൊക്കെ പരിചയപ്പെടാൻ. ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രേക്ഷകർക്ക് വേണ്ടിയും പങ്കുവെച്ച മോഹൻലാലിന് ഒരുപാട് നന്ദി. ഓക്കെ, താങ്ക് യു.